സൗഹൃദ സമഭാവനയുടെ കടലാ നിശലുകൾ തഴുകും നിളയുടെ ചിരിയാ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെയും കേരള ചരിത്രത്തിലെയും പരീക്ഷാ പ്രാധാന്യമുള്ള ചില മേഖലകൾ പരിചയപ്പെടുകയാണ്. വളരെ വിശാലമായ ഒരു വിഷയമേഖലയിൽ അതിൻ്റെ എൻട്രി ലെവൽ ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. കുറെ കാലങ്ങളായി പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ ഈയൊരു ബ്രഷപ്പ് കൊണ്ട് സാധിക്കും എന്നാണ് കരുതുന്നത്. ആദ്യം നമുക്ക് ഇന്ത്യയെ കണ്ടെത്താൻ ശ്രമിക്കാം. ഇന്ത്യയിലെ ആദ്യകാല സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. BC 3500-നും 1800-നും ഇടയിലാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം. ഒരുപാട് കേന്ദ്രങ്ങളിലായി പടർന്നു കിടന്നിരുന്ന ഈ സംസ്കാരം ഒരുപാട് പ്രത്യേകതകളാൽ സമ്പന്നമായിരുന്നു. ഹരപ്പയിൽ നിന്നാണ് ആദ്യകാല തെളിവുകൾ ഈ സംസ്കാരത്തെക്കുറിച്ച് ലഭിച്ചത്. 1921 സർ ജോൺ മാർഷലാണ് ഹാരപ്പ കണ്ടെത്തിയത്. പാകിസ്ഥാനിലെ മോൺഗോമറി ജില്ലയിൽ ഉൾപ്പെട്ട ഹരപ്പ രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ സിന്ധു നദീതട സംസ്കാരങ്ങളിൽ ഏറ്റവും വലിയ നഗരമായി അറിയപ്പെടുന്നത് മോഹൻജദാരോ ആണ്. സിന്ധു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മോഹൻജദാരോ പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. RD ബാനർജിയാണ് മോഹൻജദാരോയുടെ കണ്ടുപിടുത്തം നടത്തിയത്. ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന പ്രത്യേകതകളായ വെങ്കല പ്രതിമ, വലിയ കുളം, വലിയ ധാന്യപുര എന്നിവ മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടവയാണ്. മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജദാരോ അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ കാളിബംഗൻ മറ്റൊരു സംസ്കാര കേന്ദ്രമാണ്. ഉഴവുചാലിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നാണ് കണ്ടെത്തിയത്. BK താപ്പറാണ് കാളിബംഗാൻ കണ്ടെത്തിയത്. കപ്പൽ നിർമ്മാണശാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരമാണ് ലോത്തൽ. SR റാവുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഖനനങ്ങളിൽ നിന്നാണ് ലോത്തലിനെ കുറിച്ചുള്ള വലിയ തെളിവുകൾ ലോകത്തിന് ലഭിക്കുന്നത്. സുമേറിയക്കാർ മെലൂഹ എന്ന പേരിലാണ് ഹരപ്പൻ സംസ്കാരത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പുരാതന സംസ്കാരങ്ങളിൽ പരുത്തിയുടെ നാട് എന്നും ഈ സംസ്കാരം അറിയപ്പെടുന്നു. സിന്ധു നദീതട കാലഘട്ടത്തിൽ നിന്നും പുരാതന ഇന്ത്യക്കാർ വേദകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. BC 1500-നും BC 600-നും ഇടയിലാണ് വേദകാലഘട്ടം. 4 വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ എഴുതപ്പെട്ട കാലമാണിത്. ഓരോ വേദങ്ങളുടെ പ്രത്യേകതകൾ പലപ്പോഴായി ചോദ്യപേപ്പറുകളിൽ ഇടം നേടിയിട്ടുണ്ട്. ആദ്യത്തെ വേദമായ ഋഗ്വേദത്തിൽ 1028 സൂക്തങ്ങളും
10,642 സ്തോത്രങ്ങളും ഉണ്ട്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ വേദമായ യജുർവേദം യജ്ഞത്തിനുള്ള മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അഹം ബ്രഹ്മാസ്മി ഇതിൽ ഉൾപ്പെടുന്ന ഒരു മന്ത്രമാണ്. മൂന്നാമത്തെ വേദമായ സാമവേദം സംഗീതത്തിന് പ്രാധാന്യം നൽകുന്നു. തത്വമസി എന്ന വാക്യം ഈ വേദത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അഥർവവേദം ആര്യന്മാരുടേതല്ലാത്ത വേദം എന്നാണ് അറിയപ്പെടുന്നത്. ആയുർവേദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വേദത്തിൽ ഉൾക്കൊള്ളുന്നു. മഹാഭാരതത്തെയാണ് 5ാം വേദം എന്ന് വിളിക്കുന്നത്. വേദങ്ങൾ കഴിഞ്ഞാൽ ഉപനിഷത്തുക്കൾ വളരെ പ്രാധാന്യമുള്ളതാണ്. 118 ഉപനിഷത്തുക്കളാണുള്ളത്. സത്യമേവ ജയതേ എന്ന പ്രസിദ്ധമായ വചനം മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. പുരാണങ്ങൾ 18 അഖണ്ഡ ഭാരതം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന സൃഷ്ടികളാണ് പുരാണങ്ങൾ. ഏറ്റവും വലിയ പുരാണം സ്കന്ദ പുരാണമാണ്. പുരാതന കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദർശനങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഇവ പൊതുവെ ഷഡ് ദർശനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മീമാംസ ജൈമിനി മുന്നോട്ട് വെച്ചു, ന്യായം ഗൗതമൻ മുന്നോട്ട് വെച്ചു, യോഗ പതഞ്ജലി മുന്നോട്ട് വെച്ചു, സാങ്ക്യ കപിലൻ മുന്നോട്ട് വെച്ചു, വൈശേഷികം കണാദൻ മുന്നോട്ട് വെച്ചു, ഉത്തര മീമാംസ ബദരായനൻ മുന്നോട്ട് വെച്ച ഭാരതീയ ദർശനങ്ങളാണ്. വേദകാലഘട്ടത്തു നിന്നും പിന്നീട് മഹാജനപദങ്ങളുടെ കാലമാവുകയാണ്. മഹാജനപദങ്ങൾ എണ്ണത്തിൽ 16 ഉള്ളത്. അതിൽ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് മഗധം എന്ന ജനപദം ഇന്ന് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പാടലിപുത്രം. കാശി എന്ന് പറയുന്ന മഹാജനപദം ഇന്നത്തെ വാരണാസിയുടെ ഭാഗമാണ്. കുരു എന്ന് പറയുന്ന മഹാജനപദം ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭാഗമാണ്. ആവന്തി എന്നറിയപ്പെടുന്ന മഹാജനപദം ഉജ്ജയിനിയാണ്. ഇതുമായി ബന്ധപ്പെട്ട മഹാജനപദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. പുരാതന ഇന്ത്യയിൽ വളർന്നു വന്ന 2 പ്രധാനപ്പെട്ട മതങ്ങൾ ജൈനമതവും ബുദ്ധമതവും പലപ്പോഴും പരീക്ഷാ പേപ്പറുകളിൽ ഇടം നേടിയിട്ടുണ്ട്. ജൈനമതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും BC 6ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ വളർന്നു വരുന്നത്. വർദ്ധമാന മഹാവീരനാണ് ജൈനമതത്തിന്റെ സ്ഥാപകൻ. BC 540 കുന്തല ഗ്രാമം, ബീഹാറിലെ വൈശാലിക്കടുത്തുള്ള കുന്തല ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 42ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയും 72ാമത്തെ വയസ്സിൽ പാവയിൽ വെച്ച് ഇദ്ദേഹം സമാധി അടയുകയും ചെയ്തു. ജൈനമതവുമായി ബന്ധപ്പെട്ട് 2 ജൈന സമ്മേളനങ്ങളെ കുറിച്ച് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. 1ാം ജൈനമത സമ്മേളനം പാടലിപുത്രത്തിൽ വെച്ചാണ് നടന്നതെങ്കിൽ 2ാം ജൈനമത സമ്മേളനം വല്ലഭിയിൽ വെച്ചാണ് നടന്നത്. പുരാതന ഇന്ത്യയിലെ ഭരണാധികാരികളായ അജാതശത്രു, കലിംഗത്തിലെ ഖാരവേലൻ, അമോഘവർഷൻ, ചന്ദ്രഗുപ്ത മൗര്യൻ തുടങ്ങിയവരെല്ലാം ജൈനമത വിശ്വാസികളായിരുന്നു. BC 6ാം നൂറ്റാണ്ടിൽ തന്നെ വളർന്നു വന്ന ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ ശ്രീബുദ്ധനാണ്. കപിലവസ്തുവിനടുത്ത ലുംബിനി ഗ്രാമത്തിൽ BC 567 ശ്രീബുദ്ധൻ ജനിക്കുന്നത്. 29ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ശ്രീബുദ്ധൻ സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതിനെയാണ് മഹാപരിത്യാഗം എന്ന് വിളിക്കുന്നത്. സാരനാഥിലാണ് ബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തുന്നത്. എഡ്വിൻ ആർണോൾഡ് എന്ന് പറയുന്ന യൂറോപ്യൻ എഴുത്തുകാരൻ ബുദ്ധനെ
ഏഷ്യയുടെ പ്രകാശം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 80-ാമത്തെ വയസ്സിൽ ഉത്തർപ്രദേശിലെ കുശിനഗരത്തിൽ വെച്ചാണ് ശ്രീബുദ്ധൻ മരണമടയുന്നത്. അഷ്ടാംഗമാർഗങ്ങൾ, പാലി ഭാഷയ്ക്ക് കൊടുത്ത പ്രാധാന്യം, ജാതക കഥകൾ, ത്രിപീഡകങ്ങൾ ഇവയെല്ലാം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പലപ്പോഴും പരീക്ഷയ്ക്ക് ബുദ്ധമത സമ്മേളനങ്ങളെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. 4 ബുദ്ധമത സമ്മേളനങ്ങളാണ് നടന്നത്. BC 483 അജാതശത്രുവിന്റെ നേതൃത്വത്തിൽ രാജഗൃഹത്തിൽ വെച്ചും BC 383 കാലശോകന്റെ നേതൃത്വത്തിൽ വൈശാലിയിൽ വെച്ചും BC 250 പാടലിപുത്രത്ത് വെച്ച് അശോകന്റെ നേതൃത്വത്തിലും ബുദ്ധമത സമ്മേളനം ചേരുകയുണ്ടായി. 4-ാം ബുദ്ധമത സമ്മേളനം BC 78 കാശ്മീരിൽ വെച്ച് കനിഷ്കന്റെ കാലത്താണ് ഉണ്ടായത്. ഇതിൽ അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ, 3-ാം ബുദ്ധമത സമ്മേളനം അശോകൻ, 4-ാം ബുദ്ധമത സമ്മേളനം കനിഷ്കൻ, ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. മറ്റൊരു ഭരണാധികാരി അലക്സാണ്ടർ ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആക്രമണകാരിയാണ് അലക്സാണ്ടർ. അദ്ദേഹം ഇന്ത്യ ആക്രമിച്ച വർഷം 326 BC ആണ്. അലക്സാണ്ടർ കീഴടക്കിയ ഇന്ത്യൻ ഭരണാധികാരി അംബിയാണ്. അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബ്യൂസിഫാലസ്. പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം തന്റെ 33-ാമത്തെ വയസ്സിൽ BC 323 ബാബിലോണിയയിൽ വെച്ച് മലേറിയ ബാധിച്ചാണ് അലക്സാണ്ടർ മരണമടയുന്നത്. ഇന്ത്യയിലെ സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം എന്നാണ് മൗര്യ സാമ്രാജ്യം അറിയപ്പെടുന്നത്. ഒരുപാട് സോഴ്സുകൾ മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ട്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം, മെഗസ്തനീസിന്റെ ഇന്ത്യക്ക, വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. മൗര്യ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തമാണ് സപ്താംഗ സിദ്ധാന്തം. മൗര്യ സാമ്രാജ്യത്തിലെ പ്രസിദ്ധരായ ഭരണാധികാരികളെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലൊരാൾ ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തി എന്നാണ് ചന്ദ്രഗുപ്ത മൗര്യനെ വിശേഷിപ്പിക്കുന്നത്. ജൈനമത വിശ്വാസിയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹം ജൈനമതം സ്വീകരിച്ച് ദക്ഷിണേന്ത്യയിലെ ശ്രാവണ ബൽഗോളയിലെത്തുകയും അവിടെ വെച്ച് മരണമടയുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കാലത്ത് മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പാടലിപുത്രമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അശോകൻ വളരെ പ്രസിദ്ധനാണ്. BC 269 അധികാരമേറ്റത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ കലിംഗ യുദ്ധം നടന്നത് 261 ബുദ്ധമതം മൗര്യ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി മാറിയത് അശോകന്റെ കാലത്താണ്. തത്വചിന്തകനായ ഭരണാധികാരി എന്നറിയപ്പെട്ട ആളാണ് അശോകൻ. ലിഖിതങ്ങളിലൂടെ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച ഭരണാധികാരിയാണ് അശോകൻ. അശോകന്റെ ശാസനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മി ലിപിയിലാണ് അശോകന്റെ ശാസനങ്ങൾ എഴുതപ്പെട്ടത്. വടക്ക് പടിഞ്ഞാറ് ഖരോഷ്ടി ലിപി. അശോകന്റെ 2ാമത്തെയും 13ാമത്തെയും ശാസനങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. മറ്റൊരു പ്രധാന രാജവംശം കുഷാണ രാജവംശമാണ്. കുഷാണ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് കനിഷ്കൻ. AD 78 അദ്ദേഹം രാജാവായി. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തോടു കൂടിയാണ് ശകവർഷം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഔദ്യോഗിക കലണ്ടർ ശകവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരുന്നത്. അതിൽ ആദ്യത്തെ മാസം ചൈത്രമാസവും അവസാനത്തെ മാസം ഫാൽഗുനവും ആയിരുന്നു.
ഗാന്ധാര കല വലിയ രൂപത്തിൽ പ്രചാരത്തിൽ വന്നത് കനിഷ്ക കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയങ്ങൾ ഇറക്കിയത് കുഷാണ ഭരണാധികാരികളായിരുന്നു. പരീക്ഷയ്ക്ക് പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് കനിഷ്കനെ കുറിച്ചും കുഷാണ രാജാക്കന്മാരെ കുറിച്ചും. മൗര്യ സാമ്രാജ്യത്തിന്റെ പതനശേഷം ഇന്ത്യയിലേക്ക് വിദേശികളായിട്ടുള്ള ഭരണാധികാരികൾ വരികയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഇൻഡോ ഗ്രീക്കുകാർ. ഇൻഡോ ഗ്രീക്കുകാരിൽ ഏറ്റവും പ്രശസ്തൻ മെനാൻഡർ ആണ്. ബുദ്ധമതം സ്വീകരിച്ച ആദ്യത്തെ വിദേശ രാജാവാണ് മെനാൻഡർ എന്നാണ് അറിയപ്പെടുന്നത്. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ മധുര കേന്ദ്രമാക്കി പാണ്ഡ്യന്മാരും ഉറയൂർ കേന്ദ്രമാക്കി ചോളന്മാരും വഞ്ചിമുത്തൂർ കേന്ദ്രമാക്കി ചേരന്മാരും ഭരണം നടത്തുകയുണ്ടായി. കാഞ്ചി കേന്ദ്രമാക്കിയാണ് പല്ലവന്മാർ ഭരണം നടത്തിയത്. പല്ലവ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ മത്തവിലാസ പ്രഹസനം എന്ന പുസ്തകം എഴുതിയ മഹേന്ദ്രവർമ്മനാണ്. പിന്നീട് ഉത്തരേന്ത്യയിൽ നിലനിന്നിരുന്ന ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിട്ട് മാറുന്നത് ഗുപ്ത സാമ്രാജ്യമാണ്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പ്രയാഗാണ്. ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു. ഗുപ്ത ഭരണാധികാരികളിൽ പ്രശസ്തരായ ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ. അലഹാബാദ് സ്തംഭ ലിഖിതങ്ങൾ, ഹരിസേനൻ എഴുതിയ അലഹാബാദ് സ്തംഭ ലിഖിതങ്ങളിൽ സമുദ്രഗുപ്തന്റെ ഭരണകാലത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിലും കവിരാജൻ എന്ന പേരിലും ഒക്കെ സമുദ്രഗുപ്തൻ അറിയപ്പെടുന്നു. വീണ വായിച്ച രാജാവ് എന്ന വിശേഷണവും സമുദ്രഗുപ്തനുണ്ട്. എന്നാൽ ഗുപ്ത ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമനായിരുന്നു. വിക്രമാദിത്യനെന്നും ശകാരി എന്നും അറിയപ്പെടുന്ന സമുദ്രഗുപ്തന്റെ കാലത്താണ് ഫാഹിയാൻ എന്ന ചൈനീസ് സഞ്ചാരി ഇന്ത്യ സന്ദർശിക്കുന്നത്. കാളിദാസൻ ഉൾപ്പെടെയുള്ള സാഹിത്യത്തിലെ നവരത്നങ്ങൾ ജീവിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. നളന്ദ സർവകലാശാലയുടെ സ്ഥാപകനായ കുമാരഗുപ്തനും അറിയപ്പെടുന്ന ഗുപ്ത രാജാവായിരുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായും പുരാതന ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുള്ളത്. ഇനി നമുക്ക് മധ്യകാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. അറബികളുടെ സിന്ധാക്രമണത്തോടു കൂടിയാണ് മധ്യകാല ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത്. AD 712 മുഹമ്മദ് ബിൻ കാസിം ആണ് സിന്ധ് ആക്രമിക്കുന്നത്. ഇന്ത്യയിൽ അറേബ്യൻ ഭരണാധികാരികൾ പിടിച്ചെടുത്ത ആദ്യത്തെ പ്രദേശമാണ് സിന്ധ്. മുഹമ്മദ് ബിൻ കാസിമിന് പുറമെ അദ്ദേഹത്തിന് ശേഷം മുഹമ്മദ് ഗസ്നി ഏതാണ്ട് 17 പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചു. സോമനാഥ ക്ഷേത്രം, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചു മുഹമ്മദ് ഗസ്നി എന്നാണ് പറയപ്പെടുന്നത്. ഗസ്നിക്ക് ശേഷം 9 തവണ മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങളാണ് ഒന്നാം തറൈൻ യുദ്ധവും രണ്ടാം തറൈൻ യുദ്ധവും. ഒന്നാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനോട് പരാജയപ്പെടുകയാണ് മുഹമ്മദ് ഗോറി ഉണ്ടായത്. പിന്നീട് 1192 നടന്ന രണ്ടാം തറൈൻ യുദ്ധത്തിലാണ് ഗോറി വിജയിക്കുന്നത്. അദ്ദേഹം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പിന്നീട് കുത്തബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ച് അദ്ദേഹം ഇന്ത്യ വിടുകയാണുണ്ടായത്. അതോടുകൂടിയാണ് ഇന്ത്യയിൽ സുൽത്താൻ ഭരണത്തിന്റെ ആരംഭം കുറിക്കുന്നത്. പ്രധാനമായും അടിമവംശം, ഗിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി ഈ 5 വംശങ്ങളിലായി 32 സുൽത്താൻമാരാണ് ഡൽഹി കേന്ദ്രമായി ഇന്ത്യ ഭരിച്ചത്. ഇത് ക്രൊണോളജിക്കൽ ഓർഡറിൽ പലപ്പോഴും ചോദ്യപേപ്പറുകളിൽ ഉണ്ടായിട്ടുണ്ട്. അടിമ, ഖിൽജി,
തുഗ്ലക്ക്, സയ്യിദ്, ലോധി. ഇതിൽ അടിമ വംശത്തിലെ പ്രധാനിയായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായ സുൽത്താന റസിയ, ബാൽബൻ തുടങ്ങിയവർ അടിമ വംശത്തിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു. അടിമ വംശത്തിന് ശേഷം ഖിൽജി രാജവംശത്തിന്റെ ഭരണമാണുണ്ടാകുന്നത്. അതിലേറ്റവും പ്രസിദ്ധൻ അലാവുദ്ദീൻ ഖിൽജിയാണ്. കുതിരകൾക്ക് ചാപ്പകുത്തുന്ന സമ്പ്രദായം ഇദ്ദേഹം ആരംഭിച്ചു. മാർക്കറ്റ് നിയന്ത്രണങ്ങൾ, കമ്പോള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അമീർ ഖുസ്രു എന്ന് പറയുന്ന പ്രസിദ്ധനായ കവി ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. മറ്റൊരു പ്രസിദ്ധമായ സുൽത്താൻ വംശമാണ് തുഗ്ലക് വംശം. മുഹമ്മദ് ബിൻ തുഗ്ലക് ബുദ്ധിമാനായ വിഡ്ഢി എന്ന പേരിൽ അറിയപ്പെടുന്നു. തലസ്ഥാന മാറ്റത്തിലൂടെ, ടോക്കൺ കറൻസിയുടെ പ്രചാരത്തിലൂടെ അദ്ദേഹം വലിയ പരിഷ്കാരങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ്. സുൽത്താൻ ഭരണ കാലയളവിൽ വിജയനഗര സാമ്രാജ്യം ഹംപി കേന്ദ്രമായി ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്നു. കൃഷ്ണദേവരായരായിരുന്നു ഏറ്റവും പ്രസിദ്ധനായ വിജയനഗര രാജാവ്. പോർച്ചുഗീസുകാരുമായി സൗഹൃദത്തിലായിരുന്ന ഇന്ത്യൻ രാജവംശമാണ് വിജയനഗരം. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. അദ്ദേഹം തെലുങ്കു ഭാഷയിൽ അമുക്ത്യ മാല്ലിക് എന്ന് പറയുന്ന ഗ്രന്ഥവും സംസ്കൃത ഭാഷയിൽ ഉഷ പരിണയവും എഴുതിയിട്ടുണ്ട്. അഷ്ടദിഗ്ഗജങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റായ്ഗർ ആയിരുന്നു. ശിവജിയാണ് പ്രസിദ്ധ രാജാവ്. ശിവജി ഛത്രപതി സ്ഥാനം ഏറ്റെടുത്തത് പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. 1674. അഷ്ടപ്രധാൻ ശിവജിയുടെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യം മുഗൾ സാമ്രാജ്യമായിരുന്നു. ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിലൂടെ ബാബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. എന്നാൽ മുഗള ഭരണാധികാരികളിൽ ഏറ്റവും കുറച്ചുകാലം ഭരിച്ചത് ബാബറാണ്. ബാബർക്ക് ശേഷം ഷേർഷയുടെ സൂർ വംശത്തിന്റെ ഭരണമുണ്ടാകുന്നു. കുതിരയ്ക്ക് ചാപ്പകുത്തുന്ന സമ്പ്രദായം, റുപ്യ ഇന്ത്യയുടെ നാണയമാകുന്നത്, ഗ്രാൻഡ് ട്രങ്ക് റോഡ്, ഇതെല്ലാം ഷേർഷയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളാണ്. മുഗള ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ അക്ബറാണ്. അക്ബറിന്റെ കാലത്താണ് രണ്ടാം പാനിപ്പറ്റ് യുദ്ധം ഹെമുവുമായി ഉണ്ടാകുന്നത്. അക്ബർ സ്ഥാപിച്ച സാമൂഹ്യ രാഷ്ട്രീയ മത സംഹിത ദിൻ ഇലാഹി എന്ന പേരിൽ അറിയപ്പെടുന്നു. മൻസബ്ദാരി സമ്പ്രദായം ആരംഭിച്ചത് അക്ബറാണ്. അക്ബറിന്റെ തലസ്ഥാനം ഫത്തേപൂർ സിക്രിയായിരുന്നു. ഒരുപാട് രമ്യഹർമ്മ്യങ്ങൾ അക്ബർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പഞ്ച്മഹൽ, ബുലന്ദ് ദർവാസ, ജോധ്ബായിയുടെ കൊട്ടാരം, ഇബാദത്ത് ഖാന എന്നിവ അതിൽ പ്രധാനപ്പെട്ടതാണ്. ചിത്രകാരനായ മുഗൾ ചക്രവർത്തി എന്നാണ് ജഹാംഗീറിനെ വിളിക്കുന്നത്. ശ്രീനഗറിലെ ഷാലിമാർ പൂന്തോട്ടം ഇദ്ദേഹത്തിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യമായി പുകയില കൃഷി ആരംഭിച്ചതും ജഹാംഗീർ ആണ്. മുഗള ഭരണകാലത്തിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഷാജഹാന്റെ കാലത്താണ്. ഒരുപാട് ചരിത്ര നിർമ്മിതികൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തു. താജ്മഹൽ, ചെങ്കോട്ട, ജുമാ മസ്ജിദ്, ദിവാനി ആം, ദിവാനി ആസ്, മോത്തി മസ്ജിദ് എന്നിവയെല്ലാം ഷാജഹാന്റെ ശില്പചാരുതയ്ക്കുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. മുഗള രാജാക്കന്മാരിൽ മറ്റൊരാൾ ഔറംഗസേബാണ്. ഔറംഗസേബ് സംഗീതം നിരോധിച്ച ഭരണാധികാരിയാണ്. ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ട ഭരണാധികാരിയാണ് ഔറംഗസീബ്.
മുഗള കാലഘട്ടത്തിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ നമുക്ക് എൻട്രി ലെവൽ ചോദ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ആരംഭം യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ പോർട്ടുഗീസുകാരാണ്. വാസ്കോഡ ഗാമ കിങ് മാനുവലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിദ്ധനായ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. അൽമേഡയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്കുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം ഗോവയായിരുന്നു. ഇത് പലതവണ ചോദ്യപേപ്പറുകളിൽ ഇടം നേടിയിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായ പല വസ്തുക്കളും ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരിലൂടെയാണ്. ഉദാഹരണത്തിന് പുകയില, കശുവണ്ടി, പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക തുടങ്ങിയവ പോർച്ചുഗീസുകാരിലൂടെയാണ് ഇന്ത്യയിലെത്തുന്നത്. നമ്മുടെ സാംസ്കാരിക രംഗത്ത് പോർച്ചുഗീസുകാരുടെ പ്രധാന സംഭാവനയാണ് ചവിട്ടുനാടകം. പോർച്ചുഗീസുകാർക്ക് പിറകെ ഡച്ചുകാർ ഇന്ത്യയിലെത്തി. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത്. മസൂലി പട്ടണം, മദ്രാസിനടുത്തുള്ള മസൂലി പട്ടണമാണ് ഡച്ചുകാരുടെ ആദ്യത്തെ കച്ചവട കേന്ദ്രം. ഡച്ചുകാരുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം 1741 കുളച്ചൽ യുദ്ധമാണ്. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയോട് പരാജയം ഡച്ചുകാർക്ക് നേരിടേണ്ടി വന്നു. ഡിലനോയ് എന്ന് പറയുന്ന ഡച്ച് സൈന്യാധിപനെ തടവുകാരനായി മാർത്താണ്ഡവർമ്മ പിടിക്കുകയാണ്. ഈ യുദ്ധത്തോടുകൂടിയാണ് ഇന്ത്യയിലെ ഡച്ച് ആധിപത്യം അവസാനിക്കുന്നത്. ഹോർത്തുസ് മലബാറിക്കസ് അഡ്മിറൽ വാൻഡ്രീഡ് രചിച്ച് അപ്പുഭട്ടും വിനായകഭട്ടും രംഗഭട്ടും ഈഴവ ഫിസിഷ്യനായ ഇട്ടി അച്യുതനും ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി അഡ്മിറൽ വാൻഡ്രീഡ് എഡിറ്റ് ചെയ്ത ഹോർത്തുസ് മലബാറിക്കസ്, മലബാറിലെ സസ്യ ലതാദികളെ പ്രതിപാദിക്കുന്ന പുസ്തകം ഡച്ചു കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ്. ഡച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെത്തുകയാണ്. 1600 എലിസബത്ത് രാജ്ഞിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. ഇവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂററ്റ് ആയിരുന്നു. പിന്നീട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ബ്രിട്ടീഷുകാർ കൈക്കലാക്കുകയാണ്. ചന്ദ്രഗിരി ഭരണാധികാരികളിൽ നിന്നും മദ്രാസ് പിടിച്ചെടുക്കുകയും മദ്രാസിൽ സെന്റ് ജോർജ് കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. ബോംബെ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ലഭിച്ച പ്രദേശമാണ്. പോർച്ചുഗീസ് രാജകുമാരിയെ വിവാഹം ചെയ്തതിന് സ്ത്രീധനമായി ലഭിച്ച ബോംബെ പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രമായി മാറുകയാണ്. കൽക്കത്തയിലെ സമീപത്തുള്ള ചില പ്രദേശങ്ങൾ വിലയ്ക്ക് വാങ്ങി കൽക്കത്ത എന്ന് പറയുന്ന നഗരം ജോബ് ചാർണോക്കിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിക്കുകയാണ്. അങ്ങനെ കൽക്കത്തയും ബോംബെയും മദ്രാസും ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രങ്ങളായി മാറുന്നു. കൽക്കത്തയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ട ഫോർട്ട് വില്യം എന്നറിയപ്പെടുന്നു. ഇവർക്ക് ശേഷമാണ് പിന്നീട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എത്തുന്നത്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ കേന്ദ്രം പോണ്ടിച്ചേരിയാണ്. ബ്രിട്ടീഷ് ആധിപത്യവുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാകാറുണ്ട്. അതിലൊന്ന് 1757 പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷുകാരും സിറാജുദ്ദൌളയും ബംഗാളിലെ നവാബായ സിറാജുദ്ദൌളയും തമ്മിലുള്ള പോരാട്ടമാണിത്. 1764 ബക്സാർ യുദ്ധം മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ്. അധികാരം ബ്രിട്ടീഷുകാർ
നേരിട്ട് പിടിച്ചെടുത്ത യുദ്ധമായിട്ടാണ് ബക്സാർ യുദ്ധം അറിയപ്പെടുന്നത്. പ്ലാസി ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ വിജയിച്ചതെങ്കിൽ സൈനിക മികവിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേടിയ ആദ്യത്തെ യുദ്ധമായിട്ടാണ് ബക്സാർ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ദിവരണം കൊണ്ടുവരുന്നത് റോബർട്ട് ക്ലൈവാണ്. ദിവരണത്തിലൂടെ ദിവാനി നിസാമത്ത് അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയാണ്. ദിവാനി എന്നാൽ നികുതി പിരിക്കാനുള്ള അവകാശം, നിസാമത്ത് എന്നാൽ പോലീസ് നീതിന്യായ അധികാരം. ദിവരണത്തിലൂടെ ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. വ്യത്യസ്ത ഭൂനികുതി നയങ്ങളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. പരീക്ഷാ പോയിന്റോടുകൂടി ചർച്ച ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട നികുതി നയം 1793 കോൺവാലീസ് പ്രഭു കൊണ്ടുവന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ബോംബെ, മദ്രാസ്, കൽക്കത്ത തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ നികുതി സമ്പ്രദായം വരുന്നത്. പിന്നീട് ഹേസ്റ്റിംഗ്സ് പ്രഭു കൊണ്ടുവന്ന റയട്ട് വാരി സമ്പ്രദായത്തിലൂടെ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കാൻ ആരംഭിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലാണ് റയട്ട് വാരി സമ്പ്രദായം കൊണ്ടുവരുന്നത്. മറ്റൊരു നികുതി വ്യവസ്ഥ മഹൽവാരി സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന നികുതി വ്യവസ്ഥയാണ്, വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന നികുതി വ്യവസ്ഥയാണ് മഹൽവാരി സമ്പ്രദായം. ഓരോ പ്രദേശത്തു നിന്നും പരമാവധി നികുതി സ്വരൂപിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലെ കർഷകരെ ചൂഷണം ചെയ്യുന്ന നയങ്ങളാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ദാദാബായി നവറോജി ഇന്ത്യയിലെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് എഴുതിയ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ സാമ്പത്തിക ചൂഷണത്തെ സംബന്ധിച്ച് ഒരു പ്രധാന സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നു. ആ സിദ്ധാന്തമാണ് ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ ആദ്യകാലത്ത് ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പോളിഗർ കലാപങ്ങളാണ്. മരുതുപാണ്ഡ്യ കട്ടബൊമ്മനും അതുപോലെ തന്നെ മരുതുപാണ്ഡ്യനുമാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ബംഗാളിൽ നടന്ന സന്യാസി കലാപങ്ങളും ഫക്കീർ കലാപങ്ങളും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കലാപങ്ങളാണ്. ഇന്ത്യയിൽ ആദിവാസി മേഖലയിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പാണ് സാന്താൾ കലാപം. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 സമരവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ PSC പരീക്ഷകൾക്ക് ആവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ വിഭാഗത്തിൽ നിന്ന് ആവർത്തിച്ചത് ഓരോ പ്രദേശങ്ങളിലെയും നേതാക്കന്മാരെ കുറിച്ചാണ്. ഡൽഹിയിലെ നേതാവ് ബഹദൂർ ഷാ ആയിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മി ബായിയാണ്. ബ്രിട്ടീഷ് ഭരണം ഈ കലാപത്തിനു ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടേറ്റെടുക്കുകയാണ്. അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കുകയുണ്ടായി. അടുത്ത ഒരു ചോദ്യമേഖല ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ബ്രഹ്മസമാജത്തിന് രൂപം കൊടുത്തത് അദ്ദേഹമാണ്. സംവാദ് കൗമുദി എന്ന പത്രവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി ദയാനന്ദനാണ്. സ്വാമി ദയാനന്ദനാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ.
അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന പുസ്തകം സത്യാർത്ഥ പ്രകാശം എന്നറിയപ്പെടുന്നു. വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യ ഇന്ത്യക്കാരുടേത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് സ്വാമി ദയാനന്ദനാണ്. ശുദ്ധി പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചതും സ്വാമി ദയാനന്ദന്റെ നേതൃത്വത്തിലാണ്. മറ്റൊരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. റഷ്യക്കാരിയായ മാഡം ബ്ലാവസ്കിയും അമേരിക്കക്കാരനായ കേണൽ ഓൾക്കോട്ടുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ. എന്നാൽ ഇന്ത്യയിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവ് ആനി ബസന്റ് ആയിരുന്നു. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ആനി ബസന്റ്. 2 പ്രത്യേകതകൾ ആനി ബസന്റുമായി ബന്ധപ്പെട്ടുണ്ട്. അവരുടെ ദിനപത്രം ന്യൂ ഇന്ത്യ എന്ന പേരിലും അവർ ആരംഭിച്ച വാരിക കോമൺ വീൽ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദ്യ പേപ്പറുകളിൽ ഇത് കടന്നുകൂടിയിട്ടുണ്ട്. രാമകൃഷ്ണ മിഷനാണ് മറ്റൊരു പരിഷ്കരണ പ്രസ്ഥാനം. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ പഴയ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. 1893 ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്നാരംഭിക്കുന്ന പ്രസംഗം ലോകോത്തരമായ പ്രസംഗങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. പ്രാർത്ഥനാ സമാജം ആത്മരാം പാണ്ഡുരംഗിന്റെ നേതൃത്വത്തിലും അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലും സത്യശോധക് സമാജം ജ്യോതിറാവു ഫൂലെയുടെ നേതൃത്വത്തിലും ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ്. ഹിതകാരണി സമാജമു വീരേശലിംഗത്തിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചതെങ്കിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് EV രാമസ്വാമി നായ്ക്കറുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ്. ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. 72 പ്രതിനിധികളാണ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. WC ബാനർജിയാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ലാല ലജ്പത് റായിയാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ഏറ്റവും ജനകീയനായ നേതാവ് ഗാന്ധിജിയായിരുന്നു. 1869 ഒക്ടോബറിൽ പോർബന്തറിൽ ജനിച്ച് ഒരു വിശ്വ പുരുഷനായി മാറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വീര താരകമാണ് ഗാന്ധിജി. വക്കീൽ ജോലിക്ക് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ ഗാന്ധിജി 1915 ഇന്ത്യയിൽ മടങ്ങിയെത്തി. 916 സബർമതി ആശ്രമം സ്ഥാപിച്ചു. 917 ചമ്പാരൻ സത്യാഗ്രഹം നടത്തി. 918 അഹമ്മദാബാദ് ഖേദ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ വർഷം തന്നെ അഹമ്മദാബാദ് മിൽ സമരവും ഉണ്ടാവുകയാണ്. ഗാന്ധിജിയെ രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാ എന്ന പേരിലും സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവ് എന്ന പേരിലുമാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു തവണയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി മഹാത്മജി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1924 ബൽഗാം സമ്മേളനത്തിൽ വെച്ച്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുക്കുകയുണ്ടായി. 1948 ജനുവരി മാസം
30-ാം തീയതി നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വർഗീയ ഭ്രാന്തന്റെ തോക്കിനിരയായി ഗാന്ധി രക്തസാക്ഷിയാവുന്നു. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ശക്തമാവുകയാണ്. 1919 ഏപ്രിൽ 13 കുപ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ചേർന്ന ജനക്കൂട്ടത്തെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബ്രിട്ടീഷ് ഭരണകൂടം വെടിവെച്ചിടുകയാണ്. ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലാണ് വെടിവെപ്പ് നടന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ജനകീയ സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1920 പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം. ഗാന്ധിജിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ സമരമായിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം 1922 ചൗരി ചൗര സംഭവത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ പോരാട്ടമാണ് 1930 നിയമലംഘന പ്രസ്ഥാനം. നിയമലംഘന പ്രസ്ഥാനവും ഇർവിനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയെ തുടർന്ന് ഗാന്ധി നിർത്തിവെക്കുകയും 1931 ഈ ഉടമ്പടിക്ക് ശേഷം പിന്നീട് നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്തു. 1932 രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. ഗാന്ധി ആഹ്വാനം ചെയ്ത ഏറ്റവും അവസാനത്തെ ജനകീയ പോരാട്ടം ക്വിറ്റ് ഇന്ത്യ സമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളായിരുന്നു. ഗാന്ധിയൻ സമരങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഈ മേഖല നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. മലബാർ കലാപം 1921 രൂപം കൊള്ളുന്നത്. 1922 ഇന്ത്യയിൽ സ്വരാജ് പാർട്ടി CR ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നത്. 1920 രൂപം കൊണ്ട തൊഴിലാളി പ്രസ്ഥാനമാണ് AITUC. 1927 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുന്നു. സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന വിളികൾ കൊണ്ടാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതിനെ നേരിട്ടത്. ഈ സമരത്തിൽ പങ്കെടുത്ത ലാലാ ലജ്പത് റായിക്ക് ലാത്തി ചാർജിൽ പരിക്കുപറ്റുകയും അദ്ദേഹം മരണമടയുകയും ചെയ്തു. 14 ഡിമാൻഡുകൾ മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച ഡിമാൻഡുകളാണ്. കോൺഗ്രസിനെതിരായി ജിന്ന പലപ്പോഴും തിരിഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 14 ഡിമാൻഡ്സ്. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവായിരുന്നു. 3 കാര്യങ്ങളാണ് സമ്മേളനം തീരുമാനിച്ചത്. 1. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 2. ഇന്ത്യയുടെ സ്വതന്ത്ര പതാകയായി ത്രിവർണ പതാക ഉയർത്താൻ തീരുമാനിച്ചു. 3. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി 1930 ജനുവരി 26 കൊണ്ടാടാൻ തീരുമാനിച്ചു. പരീക്ഷയ്ക്ക് പലപ്പോഴും 1929 ലാഹോർ സമ്മേളനം ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് 1906 ധാക്കയിൽ വെച്ചാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് 1916 കോൺഗ്രസിന്റെ ലക്നൌ സമ്മേളനത്തിന് ശേഷമാണ്. കോൺഗ്രസിനുള്ളിലെ 2 വിഭാഗങ്ങൾ, മിതവാദികളും തീവ്രവാദികളും, ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും
1916 ലക്നൗ സമ്മേളനത്തിന് ശേഷമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രം സംഭാവനയായിരുന്നില്ല. ഭഗത് സിംഗിനെ പോലുള്ള, സുഖദേവിനെ പോലുള്ള, രാജ്ഗുരുവിനെ പോലുള്ള വിപ്ലവകാരികളുടെ പോരാട്ടങ്ങളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നിട്ടുണ്ട്. HSRIയുടെ സ്ഥാപകനാണ് ഭഗത് സിംഗ്. ലാഹോർ ഗൂഢാലോചന കേസിൽ പ്രതിയായ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നാണ് പഞ്ചാബുകാരനായ ഭഗത് സിംഗിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കളായ ഗോഖലെയും തിലകനും പലപ്പോഴും ചോദ്യങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. 1905 കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ബനാറസ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഗോഖലെ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോഖലെ സ്ഥാപിക്കുകയാണ്. അദ്ദേഹം ആരംഭിച്ച പത്രം നേഷൻ എന്നറിയപ്പെടുന്നു. മറ്റൊരു തീവ്രവാദ നേതാവാണ് തിലകൻ, ബാലഗംഗാധര തിലകൻ. ഒരിക്കൽ പോലും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാത്ത നേതാവാണ് തിലകൻ. തിലകൻ മറാത്ത ഭാഷയിൽ കേസരി എന്ന് പറയുന്ന പത്രവും ഇംഗ്ലീഷ് ഭാഷയിൽ മറാത്ത എന്ന് പറയുന്ന പത്രവും ആരംഭിക്കുകയുണ്ടായി. 1907 മിതവാദികളെന്നും തീവ്രവാദികളും എന്നുമുള്ള സൂററ്റ് സമ്മേളനത്തിലെ പിളർപ്പിന് കാരണക്കാരൻ തിലകനായിരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള മറ്റൊരു മേഖല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട ആക്ടുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഇതിലൂടെയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആരംഭിക്കുന്നത്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം ഫോർ മുസ്ലിംസ്. മറ്റൊരു പ്രധാനപ്പെട്ട നിയമം 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. ആ പരിഷ്കാരത്തിലൂടെയാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം, ഡയാർക്കി ഇൻ പ്രോവിൻസ് ആരംഭിക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ പ്രവിശ്യകളിൽ സ്വയംഭരണം ആരംഭിക്കുകയാണ്, പ്രൊവിൻഷ്യൽ ഓട്ടോണമി ആരംഭിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ പരീക്ഷകൾക്ക് പലപ്പോഴായി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരികയാണ്. ഇന്ത്യൻ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയാണ്. ഗാന്ധിജി ക്രിപ്സ് മിഷനെ കാലാഹരണപ്പെട്ട ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വീരതാരകങ്ങളിൽ മറ്റൊരാളാണ്. 1938 39 കോൺഗ്രസിന്റെ പ്രസിഡന്റായി സുഭാഷ് ചന്ദ്രബോസ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹരിപുര സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി സുഭാഷ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാപകനാണ് സുഭാഷ് ചന്ദ്രബോസ്. ഡൽഹി ചലോ, ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ സുഭാഷിന്റെ പേരിലാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന നാളുകളിൽ ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നറിയപ്പെടുന്നു. ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് 1947 ജൂൺ 3 അതുകൊണ്ട് ഇത് ജൂൺ പദ്ധതി എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഇത് പ്രകാരം 1947 ജൂലൈ 18 ഈ പദ്ധതി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിക്കുകയാണ്. അതിനെ തുടർന്ന് 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഒരിക്കലും ഇന്ത്യ സന്ദർശിക്കാത്ത റാഡ്ക്ലിഫ് ആണ് ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും
അതിർത്തി നിർണയിച്ചത് എന്നത് മറ്റൊരു വിപരീതീയമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എൻട്രി ലെവലിലുള്ള ചില ചോദ്യ ശകലങ്ങൾ മാത്രമാണ് നാം പരിചയപ്പെട്ടത്. ഇനി നമുക്ക് കേരള ചരിത്രത്തിലേക്ക് കടക്കാം. കേരള പഴമ, കേരള മാഹാത്മ്യം തുടങ്ങിയ പഴയ ഗ്രന്ഥങ്ങളിൽ കേരളത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പരശുരാമന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് കേരള രൂപീകരണം ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രാചീനകാല കേരളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരുപാട് സാഹിത്യ കൃതികളുണ്ട്. രാമായണത്തിലെ കിഷ്കിന്ധ കാണ്ഡത്തിൽ കേരള പരാമർശമുണ്ട്. പുരാണങ്ങളിൽ വായുപുരാണം, മത്സ്യപുരാണം, മർക്കണ്ഡേയ പുരാണം, 3 പുരാണങ്ങളിൽ കേരള പരാമർശമുണ്ട്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും കാളിദാസന്റെ രഘുവംശത്തിലും കേരളത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇത് കൂടാതെ അശോകന്റെ ശാസനങ്ങളായ 2ാമത്തെയും അതുപോലെ തന്നെ 13ാമത്തെയും ശിലാശാസനങ്ങളിൽ കേരളത്തെക്കുറിച്ച്, കേരളപുത്രരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഭാഗം പലപ്പോഴും പല ചോദ്യ പേപ്പറുകളിലും ചോദിച്ചിട്ടുണ്ട്. ചില പുരാതന കൃതികളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പല ചോദ്യ പേപ്പറുകളിലും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതിലൊരു കൃതി ചിലപ്പതികാരമാണ്. ഇളങ്കോവടികൾ എഴുതിയ ചിലപ്പതികാരം ജൈന കൃതിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. സാത്തനാർ എഴുതിയ മണിമേഖല ബുദ്ധ കൃതിയായി പരിഗണിക്കുന്നു. തിരുതക്ക തേവർ എഴുതിയ ജീവക ചിന്താമണി, തിരുവള്ളുവർ എഴുതിയ തിരുക്കുറൽ, തോൽക്കാപ്പിയർ എഴുതിയ തോൽക്കാപ്പിയം, ചെക്കിഴാർ എഴുതിയ പെരിയ പുരാണം, മാങ്കുടി മരുതനാർ എഴുതിയ മധുരൈ കാഞ്ചി, ഓട്ടക്കുട്ടൻ എഴുതിയ തക്കായക പരണി തുടങ്ങിയവ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാഹിത്യ കൃതികളാണ്. ഐത്തരേയ ആരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ കൃതി. സുന്ദരമൂർത്തി നായനാരുടെ തേവാരം പാട്ടുകളിലും കാത്യായനന്റെ വാർത്തികത്തിലും കേരള പരാമർശമുണ്ട്. കേരള പരാമർശമുള്ള കൃതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സംഘകാലത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തിണകൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഐന്തിണകൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കുറിഞ്ചി പർവ്വത പ്രദേശം, പാലൈ വരണ്ട പ്രദേശം, മുല്ലൈ വനപ്രദേശം, മരുതം നദീതടം, നെയ്തൽ തീരപ്രദേശം. ഈ ഓരോ ഭൂമിശാസ്ത്ര പ്രത്യേകതയ്ക്കനുസരിച്ചും വ്യത്യസ്തങ്ങളായ ജോലികൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതും ഓർക്കണം. കേരളവുമായി ബന്ധപ്പെട്ട ഒന്നാം ചേര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം വഞ്ചിമുത്തൂർ ആയിരുന്നു. ഒന്നാം ചേര സാമ്രാജ്യത്തിലെ പ്രസിദ്ധരായ ഭരണാധികാരികളാണ് വാനവരമ്പൻ, പെരുംചോറ്റു തീയൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഉദിയൻ ചേരലാതൻ, ഇമയവരമ്പൻ, ഏഴുമുടി മാർപ്പൻ എന്നറിയപ്പെടുന്ന നെടും ചേരലാതൻ, കടൽ പിറകോട്ടിയ വേൽക്കേഴു കുട്ടവൻ എന്നറിയപ്പെടുന്ന ചേരൻ ചെങ്കുട്ടവൻ എന്നിവരെല്ലാം പുരാതന കാല കേരളത്തിൽ വന്ന മതങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പലപ്പോഴും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. AD 52 ക്രിസ്തുമത പ്രചാരകനായ സെന്റ് തോമസ് കേരളത്തിലെത്തുന്നത്.
AD 68 ജൂതന്മാർ കേരളത്തിലെത്തി. മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ പ്രസിദ്ധമായ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. AD 644 മാലിക് ദിനാർ കേരളം സന്ദർശിക്കുന്നത്. ചേരമാൻ പെരുമാൾ ആണ് ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ കേരളീയ ഭരണാധികാരി. ചേരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കച്ചവട സംഘങ്ങളും കേരളത്തിൽ വന്നുപോയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട സംഘങ്ങളിൽ ഒന്ന് അഞ്ചുവണ്ണമാണ്. അഞ്ചുവണ്ണം ജൂതന്മാരുടെ കച്ചവട സംഘമാണ്. മറ്റൊരു സംഘം മണിഗ്രാമമാണ്. അത് ക്രിസ്ത്യാനികളുടെ കച്ചവട സംഘമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കച്ചവട സംഘം വളഞ്ചിയർ ആണ്. വളഞ്ചിയർ ജൈന കച്ചവട സംഘമാണ്. ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും കേരള പശ്ചാത്തലത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കേരളത്തിലെ ജൈനമതത്തിന്റെ കേന്ദ്രം തൃക്കണ മതിലകമായിരുന്നു. ഇരിങ്ങാലക്കുടയിലെ കൂടൽ മാണിക്യ ക്ഷേത്രവും പെരുമ്പാവൂരിലെ കല്ലിൽ ക്ഷേത്രവും ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രം ശ്രീമൂലവാസം ആയിരുന്നു. കുമാരനാശാന്റെ കരുണയും ചണ്ടാല ഭിക്ഷുകിയും ബുദ്ധമത ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന കൃതികളാണ്. രണ്ടാം ചേര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ആ കാലത്തുണ്ടായിരുന്ന ശാസനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ കുലശേഖര വർമ്മനാണ്. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം മഹോദയപുരം, തിരുവഞ്ചിക്കുളം, മക്കോത്തെ എന്നൊക്കെ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ആയിരുന്നു. രാജശേഖര വർമ്മന്റെ കാലത്താണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്. പരീക്ഷയ്ക്ക് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. കൊല്ലവർഷം ആരംഭിച്ചത് രാജശേഖര വർമ്മന്റെ കാലത്ത്. കൊല്ലവർഷാരംഭം AD 825. രാജശേഖര വർമ്മന്റെ കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസനമാണ് വാഴപ്പള്ളി ശാസനം, 830 AD. നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ശാസനമാണത്. വാഴപ്പള്ളി ശാസനം കേരളത്തിലെ ആദ്യത്തെ ചേര ശാസനമാണ്. മറ്റൊരു പ്രസിദ്ധനായ ഭരണാധികാരി സ്ഥാണു രവിയാണ്. സ്ഥാണു രവിയുടെ കാലത്താണ് 849 AD തരിസാപ്പള്ളി ശാസനം ഉണ്ടാകുന്നത്. ക്രിസ്ത്യാനികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. വാന നിരീക്ഷകനായ ശങ്കരനാരായണൻ സ്ഥാണു രവിവർമ്മന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. അറബി സഞ്ചാരിയായ സുലൈമാൻ കേരളം സന്ദർശിച്ചതും സ്ഥാണു രവിയുടെ കാലത്താണ്. ചോക്കൂർ ശാസനം 932 AD ചോക്കൂർ ശാസനം ഗോദ രവിവർമ്മന്റെ കാലത്താണ്. കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് ചോക്കൂർ ശാസനം. ഭാസ്കര രവിവർമ്മന്റെ കാലത്താണ് 1000 AD ജൂതശാസനം വരുന്നത്. ചോളന്മാരും ചേരന്മാരും തമ്മിലുള്ള നൂറ്റാണ്ട് യുദ്ധത്തെക്കുറിച്ച് പരാമർശമുള്ളത് ഈ കാലത്താണ്. കേരളത്തിന്റെ മധ്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ മാമാങ്കം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂയോടുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഒന്നാമത്തെ മാമാങ്കം നടക്കുന്നത് 829 അവസാനത്തെ മാമാങ്കം നടക്കുന്നത് 1755 കേരളത്തിന്റെ മധ്യകാലഘട്ടത്തിലെ ഭൂസമ്പ്രദായങ്ങളും പരീക്ഷയ്ക്ക് ചോദ്യമായി വന്നിട്ടുണ്ട്. ബ്രാഹ്മണന്മാരുടെ കൈവശമുള്ള ഭൂമി ബ്രഹ്മസ്വം എന്ന പേരിലും ക്ഷേത്രങ്ങളുടെ കൈവശമുള്ള ഭൂമി ദേവസ്വം എന്ന പേരിലും നാടുവാഴികളുടെ കൈവശമുള്ള ഭൂമി ചേരിക്കൽ ഭൂമി എന്നും
ക്ഷേത്ര കഴകക്കാരുടെ കൈവശമുള്ള ഭൂമി വിരുത്തി എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ ചേരിക്കൽ ഭൂമിയും വിരുത്തി ഭൂമിയും പല പ്രാവശ്യം ചോദ്യപേപ്പറുകളിൽ ഇടം പിടിക്കപ്പെട്ടിട്ടുണ്ട്. 1599 ഉദയംപേരൂർ സുന്നഹദോസ്, അതിനെതിരായി 1653 നടന്ന കൂനൻ കുരിശ് പ്രതിജ്ഞ, 1812 കുറിച്യ കലാപം, 1891 മലയാളി മെമ്മോറിയൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമേഖലകളാണ്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് മലയാളികൾക്ക് സർക്കാർ സർവീസിൽ അർഹതപ്പെട്ട വിഹിതം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നത്. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. അതിനുശേഷം ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയലും ശ്രീമൂലം രാജാവിന് നൽകുകയുണ്ടായി. സമരങ്ങളിൽ പ്രധാനപ്പെട്ട സമരമാണ് മലബാർ സമരങ്ങൾ. 1835 മുതൽ 1853 വരെ വലിയ കലാപങ്ങൾ മലബാറിന്റെ പല ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ഉണ്ടായിട്ടുണ്ട്. ഈ കലാപങ്ങളെ പൊതുവെ മാപ്പിള കലാപങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിച്ച ബ്രിട്ടീഷ് ചിന്തകനാണ് വില്യം ലോഗൻ. മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗൻ. കാർഷിക രംഗത്തെ അസംതൃപ്തിയാണ് മലബാർ കലാപത്തിനു കാരണം എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. പിന്നീട് 1921 മലബാർ ലഹള നടക്കുകയുണ്ടായി. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. അതുപോലെ തന്നെ വാഗൺ ട്രാജഡി 1921 നവംബർ 10. ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും സീതിക്കോയ തങ്ങളുമായിരുന്നു ഈ കലാപത്തിന്റെ നേതാക്കന്മാർ. വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടന്ന പോരാട്ടങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. നാട്ടുകൂട്ടം ഇളക്കം, 1809 കുണ്ടറ വിളംബരം എന്നിവ പ്രധാനപ്പെട്ടതാണ്. മലബാറിലെ പഴശ്ശിരാജാവ് ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് തലക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം. അവസാനം വെല്ലസ്ലി പ്രഭു പഴശ്ശിരാജാവിനോട് പരാജയപ്പെട്ട് ബ്രിട്ടനിലേക്ക് തിരിച്ചു പോകുന്നു. തോമസ് ഹാർവി ബാബർ 1805 നവംബർ മാസം 30 പഴശ്ശിരാജാവിനെ വെടിവെച്ചിടുന്നു. വൈക്കം സത്യാഗ്രഹം 1924 നടക്കുന്നത്. കെ കേളപ്പനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂർ ആയിരുന്നു. കെ കേളപ്പനും മുഹമ്മദ് അബ്ദുറഹിമാനുമായിരുന്നു ഇതിന്റെ നേതാക്കന്മാർ. 931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അതിന്റെ നേതാവ് കെ കേളപ്പനാണ്. എന്നാൽ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. 932 നടന്ന മറ്റൊരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. സി കേശവനും NV ജോസഫുമായിരുന്നു ഇതിന്റെ നേതാക്കന്മാർ. ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം സി കേശവനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 1936 നവംബർ മാസം 12 ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കേരളത്തിലെ കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങളാണ്. 1941 കയ്യൂർ സമരം പ്രധാനപ്പെട്ട ഒന്നാണ്.
1939 കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാറപ്പുറത്ത് വെച്ച്, പിണറായിയിലെ പാറപ്പുറത്ത് വെച്ച് രൂപം കൊള്ളുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടാകുന്നത്. KB മേനോനാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടത്. 1946 അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന തൊഴിലാളി പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. KPCC 1921 രൂപം കൊള്ളുന്നത്. ഒറ്റപ്പാലത്ത് വെച്ച് T പ്രകാശത്തിന്റെ അധ്യക്ഷതയിലാണ് KPCC രൂപം കൊള്ളുന്നത്. പിന്നീട് 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നു. തിരുക്കൊച്ചി സംയോജനത്തിന്റെ ഭാഗമായി തിരുക്കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായി TK നാരായണപിള്ള സ്ഥാനമേൽക്കുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നത്. അതിന്റെ ഭാഗമായി 1956 നവംബർ 1 കേരളം രൂപീകൃതമാവുകയാണ്. കേരളത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആശയപരമായ ഏറ്റവും വലിയ സംഭാവന നൽകിയത് 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ച EMS നമ്പൂതിരിപ്പാടാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമിയായി, അങ്ങനെ കേരളമായി 1956 നവംബർ 1 മാറുകയാണ്. അതിനെ തുടർന്ന് കേരളത്തിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. 1957 ഏപ്രിൽ 5 EMS കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. ആ ഗവൺമെന്റ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിന്റെ ഭൂപരിഷ്കരണ മേഖലയിലും സുപ്രധാനമായ നിയമങ്ങൾ പാസാക്കുകയുണ്ടായി. വിദ്യാഭ്യാസ ബിൽ കേരളത്തിലെ അധ്യാപകരെ സ്കൂൾ മാനേജർമാരുടെ പീഡനത്തിൽ നിന്ന് സംരക്ഷിച്ച വിദ്യാഭ്യാസ ബില്ലും, മലയാളികൾക്ക് സ്വന്തമായി ഭൂമി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭൂപരിഷ്കരണ ബില്ലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെതിരെ കുപ്രസിദ്ധമായ വിമോചന സമരം 1959 നടക്കുകയാണ്. ഈ വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31 ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടുകയാണ്. കേരളത്തിലെ സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായി ആവർത്തിച്ചു വരുന്നതാണ്. അതിലാദ്യം സൂചിപ്പിച്ചു പോകേണ്ട ഒന്ന് ചാന്നാർ സമരമാണ്. 1822 ചാന്നാർ സമരം നടക്കുന്നത്. മേൽമുണ്ട് സമരമെന്നും മേൽശീല സമരമെന്നും ചാന്നാർ കലാപം അറിയപ്പെടുന്നു. ഈ സമരത്തെ തുടർന്ന് 1859 ഉത്രം തിരുനാൾ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകുകയാണ്. ചാന്നാർ സമരത്തിനു പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായാണ് വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെടുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയത് ക്രൈസ്തവ പുരോഹിതന്മാരുടെ സംഘങ്ങളാണ്. അതിൽ തിരുവിതാംകൂറിൽ LMSഉം കൊച്ചിയിലും തിരുവിതാംകൂറിലും CMSഉം മലബാറിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEMഉം വലിയ സംഭാവനകൾ നൽകിയുണ്ടായി.
കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി ലക്ഷണം എന്ന തന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ തുടങ്ങിയ ആശയങ്ങൾ മലയാളികളിൽ എത്തിക്കുകയാണ് ശ്രീനാരായണ ഗുരു. 903 ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. പരീക്ഷയ്ക്ക് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യം അരുവിപ്പുറം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ്. വർഷം 1888. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ എഴുതി വെച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ മതേതരമായ കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നതാണ്. മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവ് വെങ്ങാനൂരിൽ ജനിച്ച അയ്യങ്കാളിയാണ്. ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് അദ്ദേഹം മലയാളികളെ ഉത്ബോധിപ്പിക്കുകയാണ്. 1907 സാധുജന പരിപാലന സംഘത്തിന് അദ്ദേഹം രൂപം കൊടുക്കുകയാണ്. വില്ലുവണ്ടി സമരം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. 915 കല്ലുമാല സമരം, 90-ാം ആണ്ട് ലഹള, പുലയ ലഹള, ഊരൂട്ടമ്പല ലഹള തുടങ്ങിയവ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ്. വാഗ്ഭടാനന്ദൻ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. 917 ആത്മവിദ്യാ സംഘത്തിന് ഇദ്ദേഹം രൂപം കൊടുക്കുകയാണ്. യജമാനൻ എന്ന മാസിക വാഗ്ഭടാനന്ദന്റേതാണ്. കണ്ണൂർ പാട്യമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം. നായർ വിഭാഗത്തിലെ മറ്റൊരു പരിഷ്കരണ നേതാവാണ് ചട്ടമ്പി സ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ കേരളത്തിൽ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 അഞ്ചുതെങ്ങിൽ അദ്ദേഹം സ്വദേശാഭിമാനി ആരംഭിക്കുകയാണ്. പിന്നീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇതിന്റെ പത്രാധിപരായി മാറുന്നു. അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസികയും കേരള മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടനയും വക്കം അബ്ദുൽ ഖാദർ മൗലവി രൂപം കൊടുത്തതാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ എടുത്തു പറയേണ്ട ഒരു പേര് വൈകുണ്ഠ സ്വാമികളുടേതാണ്. സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന അദ്ദേഹം രൂപീകരിക്കുകയാണ്. മുന്തിരിക്കിണർ, കണ്ണാടി പ്രതിഷ്ഠ, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് എന്ന ആശയം എന്നിവ വൈകുണ്ഠ സ്വാമികളുടേതാണ്. സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒഴിവാക്കാനാകാത്ത ഒരു പേരാണ്. ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വേലക്കാരൻ എന്നും സഹോദരൻ എന്നും പേരിലുള്ള പത്രങ്ങൾ ഇദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞുകൊണ്ട് പന്തി ഭോജനത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. നമ്പൂതിരി വിഭാഗത്തിനിടയിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയിലൂടെ അദ്ദേഹം തന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഉണ്ണി നമ്പൂതിരി എന്ന മാസിക പരീക്ഷയ്ക്ക് പലപ്പോഴായി ആവർത്തിക്കാറുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം, കണ്ണീരും കിനാവും എന്ന ആത്മകഥ എല്ലാം VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി എന്ന് പറയുന്ന പുസ്തകം എഴുതിക്കൊണ്ട് അരയ സമാജം സ്ഥാപിച്ച് വലിയ സാമൂഹ്യ പരിഷ്കരണത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. കേരള ലിങ്കൺ എന്നാണ്
പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നത്. ക്രിസ്തുമത പരിഷ്കരണവാദികളിൽ ഏറ്റവും പ്രധാനി ചവറ കുര്യാക്കോസ് അച്ഛനാണ്. CMIയുടെ സ്ഥാപകനായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇങ്ങനെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പുരോഗമനപരമായ കാഴ്ചപ്പാടിലൂടെ കേരളം ആധുനികതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിന്റെ പുരാതന കാലവും കേരളത്തിന്റെ മധ്യകാലവും കേരളത്തിന്റെ ആധുനിക കാലവും പരീക്ഷാ പോയിന്റിലൂടെ എൻട്രി ലെവലിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യാനാണ് മുതിർന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ അവസാനഘട്ട പഠനത്തിന് ഒരു ബ്രഷപ്പ് ആവുമെങ്കിൽ ഞാൻ സംതൃപ്തനായി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.